അത് ഇന്നലത്തെ തുടർച്ചയാണ്. പക്ഷേ ഇന്ന് 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു ചെറിയ സാധ്യത ഇന്നലെ നായയുടെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 1-2 ഏരിയ ഒരു സംശയമുള്ള ഏരിയ ഉണ്ട്. ആ 2 ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണ് നിലവിൽ നീക്കം ചെയ്യുന്നതിനുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗത്ത്. അതോടൊപ്പം ഇന്നലെ പുഴയിൽ സെർച്ച് നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് കുറേ കൂടി, കാരണം ഇന്നലെ പുഴയിലുള്ള ഒരു ബോഡി കണ്ടെടുത്ത് നമ്മൾ പുഴയിൽ നിന്നാണ്, പുഴയുടെ തീരത്താണ്. അതുകൊണ്ട് 30 പേരുടെ NDRFൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒരു 30 അംഗ സംഘം ഇന്ന് പുഴയിൽ തെരച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ തുർക്കി എന്ന് പറയുന്ന സിവിലിയൻ ഇവിടുത്തെ സ്വിമ്മേഴ്സൊക്കെ ഉൾപ്പെടുന്ന അവരെല്ലായിടത്തും പോകുന്ന ഒരു ടീമുണ്ട്, റെസ്ക്യൂ ടീമുണ്ട്. നമ്മൾ ചൂരൽമലയിൽ അവിടെ സർവീസ് അവരുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമും കൂടി ഇപ്പോൾ വരും. അതും പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. കാരണം മണ്ണ് പരമാവധി ഇപ്പോൾ നീക്കി കഴിഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇനി സംശയമുള്ള 1-2 ഭാഗങ്ങൾ കൂടിയുണ്ട്. അവിടെയും കൂടി ഇന്ന് തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ബോഡി ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് റെസ്ക്യൂ ടീം പറയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ മഴയുടെ ഒരു പ്രശ്നം മാത്രമേ അവിടെ മുന്നിലുള്ളൂ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ ഒരു വിശ്വാസം. പക്ഷേ ടീം ഏറ്റവും നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാൻ പവറിനേക്കാൾ നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ മെഷീനറി കാര്യങ്ങൾ, മണ്ണ് നീക്കം ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിർമ്മാണ രീതിയും രൂപകൽപ്പനയും ശാസ്ത്രീയമാണെന്ന്, അതുപോലെ തന്നെ രൂപകൽപ്പനയിൽ പിഴവില്ല, നിർമ്മാണത്തിൽ പിഴവില്ല എന്ന് കൊങ്കൺ അധികൃതർ പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ വാദത്തെ തള്ളിയിട്ടുള്ള രീതിയല്ലേ, ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടല്ലേ കൊങ്കൺ അധികൃതർ എടുത്തിരിക്കുന്നത്? അല്ല, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി റെസ്ക്യൂ ഓപ്പറേഷൻ. സെക്കൻഡ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇതിനകം ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തു. വിദഗ്ധ സമിതി തിരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് ആരംഭിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കാണട്ടെ, ഈ പ്രദേശം കാണുകയും അവർ പഠിക്കുകയും അവരെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്കറിയില്ല. അവർ ശാസ്ത്രീയമായ രീതി അവർക്കുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം, എക്സ്പെർട്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരാകുമല്ലോ. അപ്പോൾ അവർ വന്ന് പരിശോധിച്ച് ആ റിപ്പോർട്ട് തരട്ടെ. അതുവരെ നമുക്ക് നിൽക്കാം. അല്ല, അവരെപ്പോൾ വരണം എന്നുള്ള അവരാണ് തീരുമാനം. കാരണം നമ്മൾ കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് സ്റ്റഡിയാണ് നടത്തുന്നത്, ഇവിടെ വന്ന് സംഭവ സ്ഥലത്ത് എപ്പോൾ വരുന്നു എന്നൊക്കെ തീരുമാനിക്കുന്ന അവർ തന്നെയാണ്. നമ്മളതിന് വേറൊരു ഡയറക്ഷൻ ഇല്ല. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഗവൺമെൻറ് റിപ്പോർട്ട് തരണം എന്നുള്ളതാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ മണ്ണ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ലോറികളിലൊക്കെയാണ് മണ്ണ് നീക്കുന്നത്. പക്ഷേ മേപ്പാടി ടൗൺ തൊട്ട് മീനാക്ഷി പാലം വരെയുള്ള റോഡിൽ ഇപ്പോൾ ഗതാഗതം അത്ര സുഖമില്ലാത്ത രീതിയിലേക്ക് ചളിയടക്കം. ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഈ മണ്ണ് നീക്കുന്നത് മറ്റൊരു പ്രശ്നത്തിനൊക്കെ പോകരുത് എന്നുള്ളത്. എന്നാൽ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി, കള്ളാടിയിലേക്ക് വരുന്ന വഴി, റോഡിൻ്റെ ഭാഗങ്ങളിൽ മണ്ണ് നീക്കി തട്ടി പോന്നിട്ടുണ്ട് ചിലർ. നമുക്കറിയാലോ, ഇവിടെ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥലം കണ്ടെത്തുന്ന മുമ്പ് അവർ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് നീക്കുന്ന മണ്ണ് ചെന്നുകൊണ്ട് ഡംപ് ചെയ്യരുത്. അത് പ്രത്യേകിച്ച് അതിന് റൈറ്റ് സൈഡിലെ സ്ഥലമുണ്ട്. റൈറ്റ് സൈഡിലേക്ക് താഴെ എസ്റ്റേറ്റാണ്. അവിടെ ആഴ്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ മറിച്ച് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മണ്ണ് മുഴുവൻ ചൂരൽമല ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഇതുവരെ കൊണ്ടുപോയിരുന്നത് മേപ്പാടി ഭാഗത്തേക്കാണെങ്കിൽ അത് ഇത്തരം ഒരു കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൂരൽമല ഭാഗത്തേക്കാണ് ഇന്ന് മണ്ണ് കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് കുറേ കൂടി നല്ല സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരേ സമയം ഈ ഭാഗത്ത് മേപ്പാടി ഭാഗത്തും ചൂരൽമല ഭാഗത്തും മണ്ണ് ഡംപ് ചെയ്യുന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ തുരങ്കത്തിനടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റില്ല എന്ന് കൊങ്കൺ റെയിൽവേ നിലപാടെടുത്തില്ല, അതിൽ തീരുമാനമായോ? അല്ല, അതിനകത്തും നമുക്ക് തീരുമാനമെടുക്കേണ്ടത് വ്യത്യസ്ത PWDയും സമാനമായൊരു അഭിപ്രായമാണ് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ട് ഇപ്പം മണ്ണ് നീക്കം ചെയ്യുന്നത് അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ള ഒരു ചർച്ച, അതിനകത്തുള്ളൊരു അഭ്യൂഹങ്ങൾ പല ഭാഗത്തുനിന്നുണ്ട്. ചിലർ പറയുന്നു മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യമാണ്, ചിലർ പറയുന്നു ഇപ്പം മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അഭിപ്രായം നമ്മൾ എടുത്തിട്ടാണ് ആ മണ്ണ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൽ 2 ഉദ്ദേശമുണ്ട്. മണ്ണ് നീക്കം ചെയ്യുകയും വേണം, അതോടൊപ്പം നമുക്ക് 2 പേരെ കണ്ടെത്താനുണ്ട്, അത് കണ്ടെത്തുകയും വേണം. 2 ഒരുമിച്ച് ഈ ഒരു കാര്യം കൊണ്ട് നടത്താൻ കഴിയും. ഈ ഇളകി നിൽക്കുന്ന ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, അത് അവിടെയൊക്കെ എന്താ സാഹചര്യം? നമ്മളവിടെ പരിശോധിക്കാൻ പറ്റി? നമ്മൾ ആ ജിയോളജി വിങ് വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം സ്റ്റേബിളാണ്, അതിനകത്ത് ഇനി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്നതായിട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട്
ലാൻഡ് സ്ലൈഡായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മറ്റും വരുമ്പോൾ താഴോട്ട് വരുന്നതാണ്. അതത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും എത്രമാത്രം സ്റ്റേബിളാണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളൊക്കെ മാറ്റി ഇവിടെ നിന്ന് വന്ന വീട് ഒഴിഞ്ഞു പോയവർക്ക് ഏത് രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവർ വാടക വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ഒരുക്കും. അത് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ഇവിടുന്ന് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അവിടെ രേഖകളൊക്കെ വീടിനകത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ ഇതിനകത്ത് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിനോട് പറഞ്ഞ് അതിനകത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ നമ്മൾ തന്നെ സഹായം ചെയ്യും. ഒരു വീടിനകത്ത് പൂർണ്ണമായും മണ്ണാണ്. അതിനകത്ത് അലമാരയ്ക്കകത്ത് അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും.